بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى وأن إلى ربك المنتهى. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും കൽപ്പനകളും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമദാനൊക്കെ നമ്മിൽ നിന്ന് വിട ചൊല്ലി പെരുന്നാളും ആഘോഷിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് വിശ്വാസികളായ ആളുകളൊക്കെയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാനിലൂടെ നമ്മൾ നേടിയെടുത്ത ആ തഖ്വയും തഖ്വയുടെ കരുത്തും ഊർജവും നഷ്ടപ്പെടാതെ മരണം വരെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ്. നമ്മുടെ സലഫുകളുടെ മാതൃക എടുത്ത് പരിശോധിക്കുമ്പോൾ അവരൊക്കെ റമദാൻ കഴിഞ്ഞാൽ 6 മാസത്തോളം റമദാനിൽ ചെയ്ത കർമ്മങ്ങളെ അള്ളാഹുവെ നീ സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന് ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, നോമ്പ് അവസാനിച്ചതോടുകൂടി നമ്മുടെ മക്കൾക്ക് സ്കൂളുകളും കോളേജുകളും ഒക്കെ മധ്യവേനൽ അവധിക്ക് പൂട്ടി അവരൊക്കെ ഒരു ഫ്രീ സോണിലാണ് ഇപ്പോഴുള്ളത്. ഇനിയുള്ള 2 മാസക്കാലം ഇവർ എങ്ങനെ വെച്ച് പൊറുപ്പിക്കുമെന്നുള്ള ചിന്തയിലാണ് പല രക്ഷിതാക്കളുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞ നേരം വെളുത്താ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പിന്നെ വൈകുന്നേരം ആര്യസ്കാരം കഴിഞ്ഞിട്ടേ പേരേക്ക് കണ്ട് വരുള്ളൂ എന്ന് കഴിഞ്ഞ വർഷം ഒരു രക്ഷിതാവ് പറഞ്ഞത് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ മക്കളൊക്കെ നല്ല ഒരു ഫ്രീ ആയ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ രക്ഷിതാക്കളായ ആളുകളും മക്കളും മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. അതിലൊന്ന്, ഒരു മനുഷ്യ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല നിഅമത്തുകളിൽ ഒന്നാണ് ഒഴിവ് സമയം, അവധിക്കാലം എന്ന് പറയുന്നത്. ആ അവധിക്കാലം മക്കൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയുള്ളത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇന്നലെ നമ്മുടെ ഗവൺമെന്റ് ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു ഓർഡർ രാവിലെ 7:30 മുതൽ 10 മണി വരെ അവസാനിക്കുന്ന രീതിയിലുള്ള ആ സമയപരിധിയിൽ നിന്നുകൊണ്ടാവണം ട്യൂഷൻ സെന്ററിലെ ക്ലാസ്സുകൾ എന്നുള്ളതാണ്. ബാക്കിയുള്ള സമയം മക്കളെ ഫ്രീ ആക്കി വിടണം. അതൊക്കെ നല്ലത് തന്നെയാണ്, മക്കൾക്കും അതൊക്കെ ഒരു ആശ്വാസമാണ്. കാരണം ബാക്കിയുള്ള 10 മാസം അവർ ബുക്കും പുസ്തകവും പേനയും മൊബൈലും ലാപ്ടോപ്പും എഴുത്തും വായനയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോൾ ഒരു 2 മാസം അവർക്ക് ഫ്രീ ആയി കിട്ടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു നിയമത്താണ്. അതന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത്, നിയമത്താനി മഗ്ബൂനൻ ഫിഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. 2 അനുഗ്രഹങ്ങൾ, അതിൽ അധിക ആളുകളും വഞ്ചിതരായി പോകുന്നുണ്ട്, കുടുങ്ങിപ്പോകുന്നുണ്ട്.
അത് പാഴാക്കുന്നുണ്ട്. ആ രണ്ട് അനുഗ്രഹങ്ങളിൽ ഒന്ന് അസിഹത്താണ്, ഒന്ന് അവൻ്റെ ആരോഗ്യമാണ്. നല്ല ആരോഗ്യമുള്ള സമയത്ത് അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിക്കുക, ലക്കും ലഗാനുമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശരിക്ക് അങ്ങനെയല്ല വേണ്ടത്. ആരോഗ്യ സമയത്തെ ഏറ്റവും നല്ലതിന് വേണ്ടി ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. നമ്മുടെ മുൻഗാമികളായ സലഫുകളെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപാട് നല്ല മാതൃകകൾ നമുക്ക് കാണാൻ പറ്റും. 5 മുതൽ 7 അല്ലെങ്കിൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഒരുപാട് ഇസ്ലാമിക ചരിത്രത്തിൽ നേതാക്കന്മാരുണ്ടായിട്ടുള്ളത്. ഖുർആനും അതേ പ്രകാരം ഫിഖ്ഹും ചരിത്രവും വായിക്കുകയും പഠിക്കുകയും ലോകമറിയപ്പെടുന്ന പണ്ഡിതന്മാരായി മാറിയതൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റൊന്ന് വൽ ഫറാഗ് എന്ന് പറഞ്ഞാൽ ഒഴിവ് കാലം, അവധിക്കാലം, ഒഴിവ് സമയം എന്നൊക്കെയാണ്. അതും മനുഷ്യന്മാർ വെറുതെ നഷ്ടപ്പെടുത്തുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ള രണ്ട് കാര്യങ്ങളിലാണ് മനുഷ്യന്മാർ വഞ്ചിതരായി പോകുന്നത്, ചതിയിൽപ്പെട്ടു പോകുന്നത്. ഇത് റസൂലുള്ള ഒരു താക്കീതായി നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അത്തരം ചതിക്കുഴികളിൽ നമ്മൾ പെട്ടുപോവാതിരിക്കാനാണ്. റസൂലുള്ള പറഞ്ഞു, 5 കാര്യങ്ങൾക്ക് മുമ്പേ 5 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ആശ്വാസം ഉണ്ടാകണം, നിങ്ങൾ സമാധാനം പറയാനുള്ള മറുപടി കണ്ടെത്തണം എന്നുള്ളതാണ്. 5 ബിഫോർ 5, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ. അതിലൊന്ന് പറഞ്ഞ ശബാബക്ക കബില ഹറമിക്ക, നല്ല യൗവന കാലഘട്ടം ഉണ്ടാവും, നല്ല കൗമാര കാലഘട്ടം. ഷബാബ് എന്ന് പറഞ്ഞാൽ യുവത്വം എന്നാണ്. ആ യുവത്വ കാലഘട്ടം വാർദ്ധക്യം വരുന്നതിന് മുമ്പേ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. നമുക്കറിയാം ഇസ്ലാമിലെ പല ഷഹീദുമാരും ഉണ്ടായത് നമുക്കറിയാം 40 വയസ്സിനുള്ളിലാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് 14ാമത്തെ വയസ്സിലാണ്. 13 വയസ്സ് കാലവും അദ്ദേഹം കുഫ്രിയത്തിലാണ് ജീവിച്ചത്, ഷിർക്കിലാണ് ജീവിച്ചത്. 14ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഇസ്ലാമിന്റെ പ്രകാശം കിട്ടുകയും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഷഹാദത്ത് കലിമ ചൊല്ലി ഒരു മുസ്ലിമായ പ്രായം 14ആണ്. അഥവാ നമ്മുടെ കാലത്ത് ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി. അത് സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുകയും കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അത് സത്യമാണെന്ന് സഅദിന് തോന്നുകയും ചെയ്തൊരു സമയമാണത്. എന്ന് പറഞ്ഞാൽ ഈ പ്രായം എന്ന് പറയുന്നത് എന്തും ഉള്ളിലേക്ക് സ്വീകരിക്കാൻ പറ്റിയ ഒരു സമയമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഹാഫിലിങ്ങൾ ഉണ്ടായത്, ഏറ്റവും നല്ല പഠിക്കാൻ പറ്റിയ കാലഘട്ടം എന്ന് പറഞ്ഞത് ഈ 15 വയസ്സിനുള്ളിലാണ്. അവന്റെ മക്കള് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒഴിവ് സമയത്തെ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളത് റസൂലുള്ള പറഞ്ഞത് 2ാമത്തെ കാര്യം. 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 5 കാര്യം നേടണം എന്ന് പറഞ്ഞില്ലേ? ആ യുവത്വം നന്ദിപ്പത്തിലാവണം വയസ്സാകുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ സിഹത്തിക്ക കബില സക്കമിക്ക, ഇപ്പൊ നല്ല ഓടിച്ചാടി നടക്കാൻ കെൽപ്പുള്ള ഒരു പ്രായമാണ്. ആ പ്രായത്തില് ആരോഗ്യമുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ നിങ്ങൾക്ക് രോഗമാകുന്ന ഒരു അവസ്ഥ വരും. അതിനു മുമ്പേ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. അതെങ്ങനെയാ? ഗ്രൗണ്ടിൽ മാക്സിമം നല്ലൊരു പ്ലെയറായിട്ട് മാറുക എന്നത് മാത്രമല്ല, അതും ആവശ്യമാണ്. പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ തൻ്റെ ആ നല്ല കാലഘട്ടത്തെ, ആരോഗ്യമുള്ള സമയത്തെ വിനിയോഗിക്കുക എന്നുള്ളതാണ്. കളിയോടൊപ്പം കാര്യവും വേണമെന്നർത്ഥം. കളി മാത്രമായി കാര്യങ്ങളോട് വിട ചൊല്ലുന്ന ഒരു അവസ്ഥ എൻ്റെ മുൻപിലിരിക്കുന്ന മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സ്കൂളിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ ളുഹറിന്
പള്ളിയിലുണ്ടാകും. അവധിക്കാലമായ പിന്നീട് അവർക്ക് ദൂര നമസ്കാരത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ള മൂന്നാമത്തെ കാര്യമായി കൊണ്ടുപോയി, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ്, പ്രയാസം ആകുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യ കാലഘട്ടത്തെ നീ ഉപയോഗപ്പെടുത്തുക. നല്ല ഒരു പീക്ക് ടൈം അത് നിനക്കുണ്ടാകും. ആ സമയത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഫറായിക്ക കബല സുഗലിക്ക. പിന്നെ റസൂൽ പറഞ്ഞ നാലാമത്തെ കാര്യം എന്താ അറിയോ? തിരക്കാകണതിന് മുമ്പ്, തിരക്കിലേക്ക് നീങ്ങുന്നതിന് മുമ്പ്, ഫുള്ള് ബിസി ആകണതിന് മുമ്പ് കിട്ടുന്ന ഒഴിവ് സമയത്തെ നീ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഒരു 14-15 പോട്ടെ, ഒരു 20 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ മക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രാരാബ്ദങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ്. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് കുടുംബമായി, മക്കളായി, ഉത്തരവാദിത്തങ്ങളായി പിന്നീട് യാതൊന്നിനും ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ടാകും. അങ്ങനെയാണല്ലോ, പ്രായമുള്ള ആൾക്കാരെ വിളിച്ചാൽ അവർ പറയും തിരക്കിലാണ്, ഒന്നിനും സമയമല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവ് സമയത്ത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. മരണം എല്ലാവർക്കും ഉറപ്പാ, സുനിശ്ചിതമാണ്. ആ മരിക്കുന്നതിന് മുമ്പ് എത്രയാണോ കിട്ടിയ ജീവിതം, ആ ജീവിതത്തെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങൾ അതിന് മറുപടി പറയാതെ ഒരാൾക്കും തന്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല ഖിയാമത്ത് നാളിൽ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള റസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി. ഖിയാമത്ത് നാളില് ഒരാൾക്കും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ഹത്താ യുസ്അലു അൻ ഉംരിഹി, തന്റെ ആയുസ്സിനെ കുറിച്ച് അല്ലാഹു ചോദിക്കും. ആ ആയുസ് എന്തിലാണ് ചെലവഴിച്ചത്? അതിന് മറുപടി പറയേണ്ടി വരും. അത് 10 വയസ്സുകാലം ജീവിച്ച, 10 വയസ്സ് വരെ ജീവിച്ച ഒരു കുട്ടിയാണെങ്കിൽ 10 വയസ്സ് വരെ നീ എന്തിന് നിന്റെ ആയുസ് ചെലവഴിച്ചു? അവിടെ കുട്ടികളെ ഒഴിവാക്കിയിട്ടില്ല. അവിടെ അള്ളാഹുവിന്റെ അടിമ എന്നാണ് ആ ഹദീസിലുള്ളത്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ ഒരു അടിമ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. എന്തിനാണ് നിനക്ക് കിട്ടിയ ആയുസ് നീ ചെലവഴിച്ചത്? അവൻ പഠിച്ച അറിവുകളുണ്ട്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സും വരെ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഇസ്ലാമിന്റെ ബാലപാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമസ്കാരം പഠിച്ചിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, മാതാപിതാക്കളോടുള്ള അനുസരണത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പള്ളിയിലുള്ള മര്യാദ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിവിനെ കുറിച്ച് ചോദിക്കും. ഫീമ ഫഅല, നീ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ? ആ പഠിച്ചിട്ട് നീ എന്താണ് ആ അറിവ് കൊണ്ട് ചെയ്തത് എന്ന് ചോദിക്കും എന്നർത്ഥം. അഥവാ 7 വയസ്സ് മുതൽ നമസ്കരിക്കണമെന്നും 10 വയസ്സായിട്ടും ഒരു കുട്ടി നമസ്കരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ രക്ഷിതാക്കൾ അവരെ അടിക്കണമെന്നും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു വിഷയം നമസ്കാരത്തിന്റെ കാര്യത്തിലാണ്. നിസ്കരിക്കണില്ലേ അവനെ ശിക്ഷിക്കാമെന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്നിട്ടും നമ്മൾ ആ കാര്യം ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹ് ചോദിക്കും, നീ ആ പഠിച്ച അറിവ് കൊണ്ട് നീ എന്താ ചെയ്തത്? അതങ്ങനെ ലാഘവത്തോടു കൂടിയാണ് ഒഴിവാക്കി. വല്ലപ്പോഴും ഒക്കെ ഒന്ന് നിസ്കരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ സമ്പത്തിനെ കുറിച്ച്, നമ്മുടെ കയ്യിലുള്ള പോക്കറ്റ് മണികളെ കുറിച്ച് അള്ളാഹ് ചോദിക്കുന്ന, അത് എവിടെ കിട്ടിയത്? ഏത് മാർഗത്തിലൂടെയാണ് സമ്പാദിച്ചത്? ആ കിട്ടിയ പണം നീ എന്തിലാണ് ചെലവഴിച്ചത്? പണത്തിന്റെ കാര്യം പറയുമ്പോൾ 2 ചോദ്യം അവിടെ. ഒന്ന്, എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയണം. ആരാൻ്റെത് കട്ടും, അതേ പ്രകാരം വാപ്പാന്റെ പോക്കറ്റ് അടിച്ചും ഉമ്മാന്റെ പേഴ്സിൽ നിന്ന് കട്ടെടുത്തും ആരാന്റെ തോട്ടത്തിൽ കയറി കണ്ട് സാധനം കട്ടെടുത്തു കണ്ടും ഉണ്ടാക്കിയതാണോ? അത് നയാ പൈസ അല്ലാതെ നാളെ പരലോകത്ത് അവിടെ വെച്ച് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിന് ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരും. ഉണ്ടാക്കിയതിനെ കുറിച്ച് പറയണം അല്ലേ സഹോദരങ്ങൾ? നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് 10, 15, 13, 14 ഒക്കെ വയസ്സുള്ള കുട്ടികളാണ്
അള്ളാഹു ഹറാമാക്കിയ ലഹരി വസ്തുക്കളെ വിറ്റ് അതിന്റെ കരിയർമാരായി നിന്ന് കിട്ടുന്ന 10, 500, 1000, 2000 ഒക്കെ വാങ്ങിക്കൂട്ടിയിട്ട് വലിയ സമ്പന്നനാകണമെന്ന് വിചാരിക്കുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുമ്പോ നമ്മൾ ആലോചിക്കണം, നമ്മുടെ കയ്യിലുള്ള പൈസ, ആ പണം എങ്ങനെ വന്നു, എന്താണ് സോഴ്സ്, ഏത് രൂപത്തിലാണ് ചെലവഴിച്ചത് എന്നിത്യാദി കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ഒരു ബോഡി ഉണ്ടല്ലോ, ശരീരം എന്ന് പറയുന്ന നല്ല മസിൽ പവറുള്ള ബോഡി ഉണ്ടല്ലോ, ആ ബോഡി കൊണ്ട് നീ എന്തൊക്കെ ചെയ്തു, ഇതെല്ലാം അള്ളാഹുവിന് മുമ്പിൽ പറയാതെ ഒരാൾക്കും ഒരു കാൽപാദം മുമ്പോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ നല്ലോണം ആലോചിക്കുക. നമ്മൾക്ക് അള്ളാഹു ആയുസ് നൽകിയിട്ടുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും നല്ല മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ നമ്മളാണ് വിജയികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ, അതേ പ്രകാരം തന്നെ നമുക്കറിയാം, ഇന്ന് മാതാപിതാക്കൾ എന്ന് പറയുന്നത് പലപ്പോഴും മക്കൾക്ക് ഒരു അനുസരണക്കേടിന്റെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി നമുക്കുണ്ടാവുക. മാതാപിതാക്കൾ നമ്മളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ, അള്ളാഹു നമ്മളെയും കഷ്ടപ്പെടുത്തും. എന്റെ വാപ്പാക്കും ഉമ്മാക്കും എന്നോട് വെറുപ്പാണോ, അള്ളാഹു എന്നെ വെറുക്കുമെന്നാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. മാതാപിതാക്കളെ അനുസരിക്കാനും അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒരു വിശ്വാസിയായ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കേണ്ടതുണ്ട്. ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് മാതാപിതാക്കളെ അനുസരിക്കേണ്ടെന്ന് പറഞ്ഞത്. അതേയില്ല, മാതാപിതാക്കൾ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട, ഒരൊറ്റ വിഷയത്തിലാ. അത് വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ ഒരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വൈൻ ജാഹദക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഹുമാ. മാതാവും പിതാവും നിനക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരു വസ്തു, ഒരു സംഗതിയെ കൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ, ശിർക്ക് ചെയ്യാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ, മക്കളെ മനസ്സിലാക്കണം, ഏതായാലും ഒഴിവുകാലല്ലേ, നമുക്കൊന്ന് പോകാം ഏതെങ്കിലും ഒരു ചാരത്തിങ്കൽ. എന്തിനാ, ഷെയ്ഖിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, മോനി അടുത്ത വർഷം SSLC നല്ല ഫുൾ A+ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജാരത്തിലേക്ക് ഒരു സിയാറത്ത് ടൂറ്, ഇപ്പൊ KSRTC ഒക്കെ നഷ്ടത്തിലായപ്പോ സ്വീകരിച്ച നയാണത്. എല്ലാ മക്ബറകളിലേക്കും സിയാറത്ത് ടൂറ്, പ്രൈവറ്റ് ബസ്സുകാരെ വിളിച്ച് പോകണ്ടല്ലോ, 10,000, 12,000, 20,000 കൊടുത്ത് പോണ്ട. അപ്പൊ KSRTC തീരുമാനിച്ച എല്ലാ ജാരത്തങ്ങൾക്കും ഒരു ടൂർ പ്രോഗ്രാം, ചെറിയ പൈസക്ക്, ഡ്രൈവർക്ക് ശമ്പളം കിട്ടും, പെട്രോൾ എടുക്കാനുള്ള കായും കിട്ടും, KSRTC തുരുമ്പ് പിടിക്കൂല. വലിയ വളവാ കണ്ടെത്തിയേ. അങ്ങനെ ആരെങ്കിലും നിന്നോട് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ, നിനക്ക് അറിവില്ലാത്ത ഒരു വസ്തുവിനെ കൊണ്ട് ഒരു കാര്യത്തിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കാൻ പറഞ്ഞാൽ ഫലാ തുതിഹുമാ, അവിടെ നീ അനുസരിക്കണ്ട. ബാക്കി ഏതൊരു വിഷയം മാതാവും പിതാവും ബാപ്പയും ഉമ്മയും നമ്മളോട് കൽപ്പിച്ചാലും ആ കൽപ്പന അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, എന്നിട്ട് അറിഞ്ഞു വസ്വാഹിബുകുമാ ഫിദ്ദുനിയാ മഅറൂഫ, ശിർക്ക് ചെയ്യാൻ നീ നിർബന്ധിച്ചാൽ അത് ചെയ്യണ്ട, പക്ഷേ ആ മാതാവിനോടും പിതാവിനോടും നീ ഏറ്റവും നല്ല രൂപത്തിലാണ് വർത്തിക്കേണ്ടത്. ഇതൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു പാഠമാണ്. വസ്വാഹിബുകുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിൽ നീ അവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധത്തിലായിരിക്കണം. അങ്ങനെയാണോ നമ്മളുള്ളത്? എന്റെ മാതാവിനും പിതാവിനും എന്നെ കുറിച്ച് നല്ലതാണോ പറയാനുള്ളത്? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് എന്റെ മക്കളോട് സൂചിപ്പിക്കാനുള്ളത്. മാതാപിതാക്കളെ വെറുപ്പിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥന എങ്ങാനും, എത്ര രക്ഷിതാക്കളുണ്ട് അറിയോ, മാതാക്കളുണ്ട് അറിയോ?
ഓനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ മക്കള് ഓനൊന്ന് ഉൽമ സഹിക്കാൻ കഴിയാഞ്ഞിട്ടേ. സഹോദരങ്ങളെ, അങ്ങനെ എങ്ങാനും നമ്മുടെ മാതാവിന്റെ പിതാവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഫലം നമ്മൾ ദുനിയാവിൽ നിന്ന് അനുഭവിക്കും. പണ്ട് വായിച്ച നല്ലൊരു ഗുണപാഠ കഥ ഉണ്ടായിരുന്നു. ആ കഥ എന്താ അറിയങ്ങളെ? ഒരു വൃദ്ധയായ ഉമ്മയുടെ അനുവാദമില്ലാതെ ഒരാള് ഹജ്ജിന് വേണ്ടി പോവുകയാണ്. പോയത് കല്യാണത്തിനല്ല, ജോലിക്കുമല്ല, ഹജ്ജിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ അന്നത്തെ കാലത്ത് വിമാനമൊന്നുമില്ല, നടന്നാ പോകുന്നത്. ആ പോകുന്ന വഴിയിൽ ഒരു മോഷണം നടന്നു. ആളെ കിട്ടാനില്ല. അപ്പൊ ഇങ്ങനെ കുറെ നേരം വെളുത്തപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ വലിയ കെട്ടും പാണ്ടിട്ട് ഇങ്ങനെ പോണ്. ആൾക്കാരൊക്കെ അയാളെ വൈത്താലെ കൂടി. CCTV ക്യാമറ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അങ്ങനെ കുറെ ചെന്നപ്പോ ഈ വലിയ ഹജ്ജിനാണല്ലോ പോണത്. ഒരു മാസത്തോളം നിൽക്കുന്ന യാത്രയാണ്. യാത്ര അടക്കം ഒരുപാട് ദിവസങ്ങൾ വേണം. അങ്ങനെ ചെന്ന് നാട്ടുകാരൊക്കെ പാടെ പറഞ്ഞു, ഇതാ ഇന്നലെ നമ്മുടെ മുതല് മോഷ്ടിച്ച കള്ളനതാ ആ ബാണ്ട കെട്ടുകളുമായി പോകുന്നു എന്ന് പറഞ്ഞ് കട്ടക്കാലത്തിന് അയാളുടെ കയ്യിലോട്ട് പൈസ ഇടയിനി. പിടിച്ചു. നന്നായി പെരുമാറി ആളുകൾ. ഇവൻ തന്നെയാണ് ആ കള്ളൻ എന്ന് പറഞ്ഞ് അവസാനം നാട്ടിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് മർദ്ദിച്ച് അദ്ദേഹത്തെ വിവസ്ത്രനാക്കി. തുണിയും കുപ്പാക്കി അയച്ചിട്ട് ആൾക്കാരുടെ മുമ്പിലാണ്ട് മാനം കെടുത്തി അല്ലേ? ആ സമയത്ത് നേരം വെളുത്ത് ജനങ്ങളൊക്കെ പാടെ കാണേ. ആളുകൾ പറഞ്ഞു, ഹാദാ ജസാഉ സാരിഖ്, ഇതൊരു മോഷ്ടാവിനുള്ള ശിക്ഷയാണ്. ഇത് കേട്ട മനുഷ്യൻ ഫഖാല ശൈഖ് ലാ തഖൂലു ഹക്കദാ, നിങ്ങൾ അങ്ങനെ പറയണ്ട. ഖൂലു ഹാദാ ജസാഉ മൻ ഖസദ മക്ക ബിലാ ഇദ്നി ഉമ്മിഹി, ഒരു ഉമ്മയുടെ അനുവാദമില്ലാതെ മക്കയിലേക്ക് യാത്ര പോയ ഒരു ചങ്ങാതിക്ക് കിട്ടിയ ശിക്ഷയാണ് നിങ്ങൾ പറഞ്ഞോളി. എന്താണ് സംഭവിച്ചത്? ഇയാൾ പോണത് എവിടേക്കെങ്കിലും അല്ല, ജോലിക്കല്ല, ഹജ്ജിനാ പോണത്. ഹജ്ജിന് കിട്ടിയൊരു അവസരം മുതലാക്കാൻ നീ വെച്ചിട്ട് ഉമ്മ പറഞ്ഞ കേൾക്കാതെ പോകല്ലേ എന്ന് പറഞ്ഞ ആ ഉമ്മയുടെ വാക്കിന് കേൾക്കാതെ പോയ അയാൾക്ക് ദുനിയാവിന്ന് കിട്ടിയ ശിക്ഷയായിക്കൊണ്ട് ഒരു ഗുണപാഠ കഥ വായിച്ചത് ഓർമ്മ വരിക. ഞാൻ പറഞ്ഞെന്തറിയോ? നമ്മുടെ ഉമ്മമാരുടെ പ്രാർത്ഥന, വാപ്പമാരുടെ പ്രാർത്ഥന, അത് നമുക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ ധാർമ്മികമായിട്ട് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഒഴിവ് സമയം നല്ലതിനാവട്ടെ, നല്ലത് വായിക്കാൻ, നല്ലത് പഠിക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ഖുർആൻ അർത്ഥം പഠിക്കാൻ ഉള്ള സമയമാക്കി വിനിയോഗിക്കുക. അതോടൊപ്പം കളി വേണ്ട എന്ന് പറയുന്നതിന് കളിയും ആവശ്യമാണ്. പക്ഷേ രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് കൂടുതൽ സമയം നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേദനവധിയെ മുതലാക്കണമെന്നാണ് എൻ്റെ മക്കളോടും രക്ഷിതാക്കളോടും സൂചിപ്പിക്കാനുള്ളത്. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത്, ഒഴിവ് സമയം അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരും അങ്ങനെ തന്നെയാണ് ചെലവഴിക്കേണ്ടത്. ഇത് കുട്ടികൾക്ക് മാത്രം ബാധകമായൊരു ഹദീസല്ല, നമുക്കെല്ലാവർക്കും ബാധകമാണെന്ന് ഈ 5 കാര്യങ്ങൾ എല്ലാവരും മറുപടി പറയേണ്ടതാണ്. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ എന്താണോ ചെയ്തത് ആ ചെയ്തത് തിരിച്ച് നമുക്ക് കിട്ടും. അത് ദുനിയാവിലും കിട്ടും, പരലോകത്തും കിട്ടും. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നജ്മിലെ 2-3 ആയത്ത് ഞാൻ ഓതി കേൾപ്പിച്ചു. അത് ഇപ്രകാരമാണ്: വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യൻ അവൻ സ്വയം പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, തിന്മ ചെയ്താലോ തിന്മ കിട്ടും. മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ ഒരു മകന് ഭാവിയിൽ അവന്റെ മക്കളെ കൊണ്ട് ആ കാര്യം അവനും തിരിച്ചു കിട്ടും. അതാ ഇസ്ലാം നീതിയുടെ മതം എന്ന് പറയാൻ കാരണം. അള്ളാഹ് നീതിമാനാണ്. ഒരു വാപ്പാനെ നമ്മൾ ചീത്ത പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടോ?
അനുസരണക്കേടിന്റെ ഫലമായി നമ്മുടെ ഉമ്മ വേദനിച്ചിട്ടുണ്ടോ? ആ ഉമ്മയുടെ വേദന മരണത്തിന് മുമ്പേ നമ്മളും അനുഭവിക്കേണ്ടി വരും. അതെങ്ങനെയാ? ഇപ്പൊ 14 വയസ്സുള്ള ഒരു മകൻ, ഈ ഒരു കുട്ടി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒരു ഉമ്മ പറഞ്ഞാൽ, ആ കുട്ടി വളർന്ന് വരുമ്പോ അവന്റെ മകനെ കൊണ്ട് ഈ വാപ്പ പറയുന്നറിയോ, പടച്ചോനെ ഈ ഒരു കുട്ടീനെ എന്തിനാ എനിക്ക് തന്നത്, ഇത്ര ഒരു ദുരിതം എനിക്ക് വേണ്ടില്ലായിരുന്നു എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകും. എന്താണോ അധ്വാനിച്ചത് ആ അധ്വാനമേ അവന് കിട്ടൂ. ആ ദുനിയാവിലും കിട്ടും, പരലോകത്തും കിട്ടും. നല്ലത് ചെയ്താൽ അതിന്റെ പ്രതിഫലം അവൻ അല്ലാഹു പരലോകത്ത് കൊടുക്കും. അവന്റെ പ്രയത്നം വഴിയെ അവന് കാട്ടിക്കൊടുക്കപ്പെടും. ഉണ്ടോ? അത് ഇരുലോകത്തും കാട്ടിക്കൊടുക്കും. നമ്മൾ ചില ആൾക്കാർ പറയാൻ പറ്റും, ഓനെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ അറിയോ? ഓന്റെ വാപ്പാനും ഇമ്മാനെയും ഓൻ കഷ്ടപ്പെടുത്തി നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അതിന്റെ ദുരിതങ്ങളൊക്കെ ഓൻ ഉണ്ടാകും എന്ന് പറയും ആളുകൾ. ദുനിയാവ് തന്നെ പറയും. അത് കേൾക്കാൻ നമ്മൾ വിധിക്കപ്പെടും. പരലോകത്തെ ശിക്ഷ വേറെയും ഉണ്ടാവും. പിന്നീട് അവന് അതിന് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടും. ഉണ്ടോ? ഇപ്പൊ ദുനിയാവെന്ന് കിട്ടും, പോരാത്തതിന് ഇപ്പൊ കിട്ടില്ല വിചാരിക്കാം. പരിപൂർണമായത് അള്ളാഹു പരലോകത്തും അവന് കൊടുക്കുന്ന എന്നിട്ട് ആ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കണമെങ്കിൽ എല്ലാവർക്കും മടങ്ങിപ്പോകാനുള്ളത് റബ്ബിലേക്കാണ്. കണ്ടോ? അവിടെ വെച്ച് പിടിക്കും റബ്ബ്. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. റബ്ബിന്റെ പിടുത്തുണ്ടല്ലോ, അത് വല്ലാത്തൊരു പിടുത്ത. ആ പിടുത്തം ചിലപ്പോ ദുനിയാവെന്ന് പിടിക്കും, ഇല്ലെങ്കിലോ വല്ലാതെ പോക്കിത്തരം കാട്ടി മസിൽ പവറും കാട്ടി നടന്ന് അള്ളാനെയും ധിക്കരിച്ച് മാതാപിതാക്കൾ ധിക്കരിച്ച് നാട്ടുകാരൊന്നും ഒരു നിലവെക്കാതെ വിലവെക്കാതെ മുന്നോട്ട് പോകുന്നവൻ, അവനെ അള്ളാഹ് പിടിച്ചിടും. അതുകൊണ്ട് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിൽ, മാതാപിതാക്കളുടെ അനുസരണത്തിന്റെ വിഷയത്തിൽ, അതേ പ്രകാരം മതപരമായ അറിവുകൾ നേടുന്ന വിഷയത്തിൽ, ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ, ഇല്ലേ ഞാൻ പറയുന്ന വെച്ചാല് 2 മാസം നമുക്ക് അവധി ഉണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു 1-2 ബുക്കുകൾ സെലക്ട് ചെയ്തിട്ട് അത് വായിക്കാൻ തുടങ്ങി. നമ്മള് നേരം പോലത്തെ സുബഹിസ്കാരം കഴിഞ്ഞ് കണ്ട് ഏശ വാങ്ങി കുറച്ച് ചോറ് വെച്ച് കിടക്കുന്നത് വരെ വായിക്കണം എന്നല്ല ഈ പറയണേ. ഒരു ദിവസം നമ്മൾ ഇത്ര പേജ് വായിക്കും തീരുമാനിക്കുക. അത് ഖുർആനാവട്ടെ, ഹദീസ് ഗ്രന്ഥങ്ങളാവട്ടെ, ഇസ്ലാമിക ചരിത്രങ്ങളാവട്ടെ, സ്വഹാബത്തിന്റെ കഥകളാവട്ടെ. നിങ്ങളോട് മാത്രമല്ല, ഞാൻ എൻ്റെ സ്കൂള് വിട്ടു പോകുന്ന സന്ദർഭത്തിൽ എൻ്റെ മക്കളോട് പറഞ്ഞൊരു വസിയത്താണ്, നിങ്ങൾ എന്തെങ്കിലും വായിച്ചു കൊണ്ടേയിരിക്കുക. വായനയാണ് മനുഷ്യനെ ഉന്നതനാക്കുന്നത്. അതാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നീ വായിക്കണം എന്നാ ഖുർആന്റെ 1-ാമത്തെ ആയത്താണത്. വായിക്കണം, എല്ലാവരും വായിക്കാൻ വേണ്ടി തയ്യാറാവുക. അതുകൊണ്ട് എൻ്റെ മക്കൾ ഈ ശബ്ദം കേട്ട മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തീരുമാനം എടുക്കുക, ഇന്ന് മുതൽ ഞാൻ ഇന്ന കിതാബ്, ഇന്ന പുസ്തകം വായിക്കും, ഇസ്ലാമിക ചരിത്രം വായിക്കും, സഹാബത്തിന്റെ കഥ വായിക്കും, ഖുർആൻ വായിക്കും എന്ന് ദൃഢനിശ്ചയം നമ്മൾ തീരുമാനിക്കുക, എടുക്കുക, അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോ നാഥന്റെ തൗഫീക്ക് നമുക്കുണ്ടാകും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഇങ്ങനെ വളരാൻ സാഹചര്യം അള്ളാഹു നമുക്ക് ഒരുക്കി തരും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക, പ്രയത്നിക്കുക. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങളെ അള്ളാഹു മാറ്റി ഐശ്വര്യപൂർണമായ ജീവിതം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്, അവർക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.